നമസ്കാരം. ഇന്നത്തെ ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻഗ്വിനൽ ഹെർണിയയെക്കുറിച്ചാണ്. ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഡോക്ടർ അഖിലിന്റെ പ്രത്യേക താൽപര്യപ്രകാരം എടുത്ത വിഷയമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യായാമത്തിന്റെ സാധ്യതകളെപ്പറ്റിയും അതിന്റെ പരിമിതികളെപ്പറ്റിയുമൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കും. നമ്മുടെ ലക്ഷ്യം ഇതാണ്: ഇൻഗ്വിനൽ ഹെർണിയയുടെ ഒരു ബേസിക് അനാറ്റമി, അതിന്റെ കാരണങ്ങൾ, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ അവസ്ഥയിൽ സുരക്ഷിതമായി ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞിട്ട് വ്യായാമം ചെയ്യുന്നത് പ്രധാനമാണല്ലോ, അല്ലേ? തീർച്ചയായും. ശരീരഘടന അതിൻ്റെ ഒരു അടിസ്ഥാനം മനസ്സിലാക്കാതെ, പ്രത്യേകിച്ചും ഹെർണിയ പോലൊരു സ്ട്രക്ചറൽ പ്രശ്നമുള്ളപ്പോൾ വ്യായാമത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതിൽ ഒരർത്ഥമില്ല. എന്തുകൊണ്ടാണ് അവിടെ ഒരു ബലഹീനത വരുന്നത്, അതെങ്ങനെയാണ് പുറത്തേക്ക് തള്ളുന്നത് എന്നൊക്കെ അറിയണം. എന്നാലേ ഏതൊക്കെ ചലനങ്ങൾ സേഫാണ്, ഏതൊക്കെ അല്പം റിസ്ക് ഉള്ളതാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അറിയാതെ ചെയ്യുന്നത് ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അത് ശരിയാണ്. അപ്പൊ നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ ഇൻഗ്വിനൽ ഹെർണിയ? സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, വയറിനകത്തുള്ള അവയവങ്ങൾ, അത് ചിലപ്പം കൊഴുപ്പാവാം, അല്ലെങ്കിൽ കുടലിൻ്റെ ഭാഗങ്ങളാവാം. അത് വയറിൻ്റെ താഴെ ഭാഗത്ത്, ആ ഇടുക്കിൻ്റെ ഭാഗമില്ലേ, ഗ്രോയിൻ ഏരിയ, അവിടുത്തെ ഭിത്തിയിലെ ഒരു ദുർബലമായ ഭാഗത്തുകൂടി, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിലൂടെ പുറത്തേക്ക് തള്ളി വരുന്നൊരവസ്ഥയാണ്. ഓ, അപ്പൊ നമ്മുടെ വയറിന്റെ ഭിത്തിയെ ഒരു കണ്ടെയ്നർ പോലെ വിചാരിച്ചാൽ അതിലൊരു ലീക്കാണ് ഹെർണിയ. അതെ, ഏകദേശം അങ്ങനെ പറയാം. പക്ഷേ ആ കണ്ടെയ്നർ അഥവാ വയറിൻ്റെ ഭിത്തി ഒരു സിംഗിൾ ലെയർ അല്ല. അതൊരു മൾട്ടി ലെയേർഡ് സിസ്റ്റം പോലെയാണ്. അതിൽ പേശികളുണ്ട്, ഫാഷ്യ എന്ന് പറയുന്ന കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പാളികളുണ്ട്, ടെൻഡനുകളുണ്ട്, അങ്ങനെ പലതും. ഇവയെല്ലാം ഒരുമിച്ചാണ് വയറിനകത്തുള്ള സാധനങ്ങളെ അതിൻ്റെ സ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നത്. ഈ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഒരു വീക്ക്നെസ് വരുമ്പോഴാണ് ഹെർണിയ ഉണ്ടാകുന്നത്. ഈ പാളികളെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമാക്കാമോ? ഏതൊക്കെയാണ് ഇതിലേറ്റവും പ്രധാനം? തീർച്ചയായും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പേശികൾ തന്നെയാണ്. മസിൽസ്. വയറിൻ്റെ വശങ്ങളിലും മുന്നിലുമായി പലതരം പേശികളുണ്ട്. ഇതിലേറ്റവും ഉള്ളിലുള്ള ഒരു പേശിയാണ് ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനസ്. ഇതൊരു നാച്ചുറൽ കോർസെറ്റ് പോലെയാണ്. വയറിന് ചുറ്റും ഒരു ബെൽറ്റ് പോലെ സപ്പോർട്ട് കൊടുക്കും. അതിൻ്റെ താഴ്ഭാഗം ഇൻഗ്വിനൽ ഏരിയയെ ബലപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേശിക്ക് ബലക്ഷയം വരുന്നത് ഹെർണിയയ്ക്കൊരു പ്രധാന കാരണമാവാം. ഈ കോർസെറ്റ് പേശി. അതെ. ഇതിനു പുറമെ ഇന്റേണൽ ഒബ്ലീക്ക്, എക്സ്റ്റേണൽ ഒബ്ലീക്ക്, പിന്നെ നമ്മൾ ഈ സിക്സ് പാക്ക് എന്നൊക്കെ പറയുന്ന റെക്ടസ് ആബ്ഡോമിനസ്, ഇവയൊക്കെയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, ഭാരമെടുക്കുന്നത്, അമിതവണ്ണം, പ്രായം കൂടുന്നത്, ചിലപ്പോൾ പഴയ സർജറികൾ, ഇതൊക്കെ ഈ പേശികളെ വീക്കാക്കാം. അപ്പോ ഈ കോർസെറ്റ് പോലെ സപ്പോർട്ട് ചെയ്യുന്ന പേശി ദുർബലമായാൽ വയറിന് താങ്ങു കുറയും. ഉള്ളിൽ പ്രഷർ കൂടുമ്പോ പുറത്തേക്ക് തള്ളാൻ എളുപ്പാവും, അല്ലേ? അതെ, അതുതന്നെ. പക്ഷേ പേശികൾ മാത്രമല്ല കാര്യം. ചിലപ്പോൾ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒന്നാണ് ഫാഷ്യ, പ്രത്യേകിച്ചും ട്രാൻസ്വേഴ്സാലിസ് ഫാഷ്യ. ഫാഷ്യ അതെന്താണ്? ഫാഷ്യ എന്ന് പറഞ്ഞാൽ പേശികളെയും അവയവങ്ങളെയും ഒക്കെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരുതരം നാരുകൾ പോലത്തെ, പക്ഷെ നല്ല ബലമുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഈ ട്രാൻസ്വേഴ്സാലിസ് ഫാഷ്യ അത് വയറിൻ്റെ ഭിത്തിയിലെ ഏറ്റവും ആഴത്തിലുള്ള, പക്ഷെ പേശികൾക്ക് തൊട്ടുപുറത്തുള്ള ഒരു പ്രധാനപ്പെട്ട പാളിയാണ്. ഇതിനെയാണ് ശരിക്കും ആ ഭിത്തിയുടെ ഒരു സ്ട്രെങ്ത് ലെയർ എന്ന് പറയുന്നത്. ഹെർണിയ വരണമെങ്കിൽ മിക്കപ്പോഴും ഈ ഫാഷ്യയുടെ ലെയറിലാണ് ആദ്യം ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ ഒരു കീറലോ ഉണ്ടാവേണ്ടത്. ഓഹോ. അപ്പോൾ വയറിനകത്ത് പ്രഷർ കൂടുമ്പോൾ ഈ വീക്കായ ഭാഗത്തുകൂടി ഉള്ളിലെ ആവരണം, പെരിറ്റോണിയം, ഒരു ബലൂണ് പോലെ പുറത്തേക്ക് തള്ളും. അതാണ് ഹെർണിയയുടെ സാക്ക്. അതിനകത്തേക്കാണ് പിന്നെ കുടലോ കൊഴുപ്പോ ഇറങ്ങി വരുന്നത്. ഓഹോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പേശികളുടെ ബലത്തേക്കാൾ ഈ ഫാഷ്യയുടെ ഒരു ഇന്റഗ്രിറ്റിയാണോ കൂടുതൽ പ്രധാനം? ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഇത് സർജറിയിലൊക്കെ പ്രധാനമായിരിക്കും, അല്ലേ? അതെ. സർജറിയിൽ ഈ ട്രാൻസ്വേഴ്സാലിസ് ഫാസിയെ ബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ഹെർണിയ റിപ്പയറിൻ്റെ ഒരു കീ പാർട്ടാണ്. പക്ഷേ പേശികളും ഫാസിയയും അത് രണ്ടും കണക്റ്റഡാണ്. നല്ല സ്ട്രോങ് കോർ പേശികൾ ഉണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ ഫാസിയയുടെ മേലുള്ള സ്ട്രെയിൻ കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് വ്യായാമം ഹെർണിയ പ്രിവെൻഷനിൽ ഒരു ഫാക്ടറാണെന്ന് പറയുന്നത്. പക്ഷെ ഹെർണിയ വന്നുകഴിഞ്ഞാൽ പിന്നെ വ്യായാമം വളരെ സൂക്ഷിക്കണം. ശരി. പേശികൾ, ഫാസിയ, പിന്നെ വേറെന്തെങ്കിലും പ്രധാനപ്പെട്ട സ്ട്രക്ചറുകളുണ്ടോ ഈ ഭാഗത്ത്? ഉണ്ട്.
ടെൻഡനുകളും ആർത്രമ്യൂറോസുകളും, അതായത് പേശികളെ എല്ലുമായിട്ടോ മറ്റോ ബന്ധിപ്പിക്കുന്ന നല്ല കട്ടിയുള്ള നാരുകൾ. ഇങ്കുനൽ ഏരിയയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൺജോയിന്റ് ടെൻഡൻ. ഇത് ഈ ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനിസ്, ഇന്റേണൽ ഒബ്ലിക് പേശികളുടെയൊക്കെ താഴ്ഭാഗം ചേർന്നുണ്ടാവുന്ന ഒരു ടെൻഡനാണ്. ഇത് ഇങ്കുനൽ കനാലിന്റെ പുറകുവശത്തെ ഭിത്തിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടെൻഡൻ വീക്കാവുമ്പോഴാണ് ഡയറക്റ്റ് ഇങ്കുനൽ ഹേർണിയ വരാനുള്ള സാധ്യത കൂടുന്നത്. അതുപോലെ ഇങ്കുനൽ ലിഗമെന്റ് എന്നും പറഞ്ഞ് ഒരു പ്രധാനപ്പെട്ട സാധനമുണ്ട്. അത് സർജറിയിലൊക്കെ ഒരു ലാൻഡ്മാർക്കാണ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രക്ചറുകളിലൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ് ഹേർണിയയ്ക്ക് കാരണമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ ഹേർണിയയും ഒരുപോലെയാണോ? ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതെന്താ വ്യത്യാസം? നല്ല ചോദ്യമാണ്. അത് ഹെർണിയ എങ്ങനെ എവിടെ കൂടിയാണ് പുറത്തേക്ക് വരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. പ്രധാനമായിട്ടും രണ്ടെണ്ണം. ഒന്ന്, ഡിറക്റ്റ് ഇൻഗ്വിനൽ ഹെർണിയ. ഇത് സാധാരണയായി പ്രായം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓവർ ടൈം വയറിലെ ഭിത്തിക്ക് വരുന്ന ഒരു ബലക്ഷയം, അക്വേർഡ് വീക്ക്നെസ് എന്ന് പറയും. നേരത്തെ പറഞ്ഞ ട്രാൻസ്വേഴ്സാലിസ് ഫാസിയ വീക്കാവുകയും ചിലപ്പോൾ കൺജോയിന്റ് ടെൻഡനും വീക്കായിരിക്കുകയും ചെയ്യുമ്പോൾ വയറിലെ ഭിത്തിയിലൂടെ ഡയറക്റ്റായി ഹെസ്സൽ ബാക്സ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ഏരിയയിലൂടെ ഹെർണിയ പുറത്തേക്ക് തള്ളും. ഒരു പഴയ ടയർ കുറേ നാൾ ഓടി തേയ്മാനം വന്നിട്ടൊരു ഭാഗം ഇങ്ങനെ വീർത്തു വരില്ലേ, അതുപോലെ. ഇത് സാധാരണയായി മധ്യവയസ്സിലും പ്രായമായവരിലുമാണ് കൂടുതൽ കാണുന്നത്. ഓ, അതായത് ഇത് നമ്മൾ ലൈഫിൽ അക്വയർ ചെയ്യുന്ന വീക്ക്നെസ് കാരണം വരുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ഹെർണിയ? അത് സാധാരണയായി ജന്മനാ ഉള്ള ഒരു കാരണം കൊണ്ടാണ് വരുന്നത്. കഞ്ചനിറ്റൽ. ഗർഭാവസ്ഥയിൽ ആൺകുട്ടികളിൽ വൃഷണം, ടെസ്റ്റിസ്, വയറിനകത്തു നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് ഇൻഗ്വിനൽ കനാൽ എന്നൊരു ടണലിലൂടെയാണ്. ഈ ടണലിന്റെ കൂടെ പെരിറ്റോണിയത്തിന്റെ ഒരു ഭാഗവും പ്രോസസ്സസ് വാജിനാലിസ് താഴേക്ക് വരും. സാധാരണയായി ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ ഇത് അടഞ്ഞുപോകും. പക്ഷേ ചില ആളുകളിൽ ഇത് മുഴുവനായിട്ടങ്ങോട്ട് അടയില്ല. ഒരു ചെറിയ വഴി പോലെ അവിടെ ബാക്കി നിൽക്കും. പിന്നീട് എപ്പോഴെങ്കിലും വയറിനകത്തെ പ്രഷർ കൂടുമ്പോൾ, ചുമയ്ക്കുമ്പോഴോ ഭാരമെടുക്കുമ്പോഴോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കാരണമൊക്കെ ഈ അടയാതെ കിടക്കുന്ന പഴയ ടണലിലൂടെ കുടലോ മറ്റോ ഇൻഗ്വിനൽ കനാലിലേക്ക് തള്ളിക്കയറും. അത് ആ കനാൽ വഴി താഴേക്കിറങ്ങി ചിലപ്പോൾ വൃഷ്ണസഞ്ചി, സ്ക്രോട്ടം വരെ എത്താം. പെൺകുട്ടികളിലാണെങ്കിൽ ലാബിയിലേക്കും വരാം. ഇതൊരു സീല് ചെയ്യാത്ത വാതില് പോലെയാണ്. ഇത് ഏതു പ്രായത്തിലും കാണാം, പക്ഷേ ചെറുപ്പക്കാരിലാണ് കൂടുതൽ കോമൺ. ഓഹോ, അപ്പോ ഇൻഡയറക്റ്റ് ഹേർണിയയ്ക്ക് കാരണം പണ്ടേ ഉള്ളൊരു സ്ട്രക്ചറൽ ഇഷ്യൂ ആണ്. അത് പിന്നെ എപ്പോഴെങ്കിലും പുറത്തേക്ക് വരുന്നു. ഡയറക്റ്റ് ആണെങ്കിൽ അത് കാലക്രമേണ വരുന്ന തേയ്മാനോ. ഇത് മനസ്സിലാക്കുന്നത് ട്രീറ്റ്മെന്റിന് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇത് പ്രധാനമാണ്. കാരണം ഹെർണിയയുടെ ടൈപ്പ് അനുസരിച്ച് അതിൻ്റെ ഒരു ഒറിജിൻ വ്യത്യാസമുണ്ട്. അത് ചിലപ്പോൾ സർജറിയുടെ അപ്രോച്ചിനെ ബാധിച്ചേക്കാം. പിന്നെ ഇൻഡയറക്റ്റ് ഹെർണിയയ്ക്ക് സ്ട്രാങ്കുലേഷൻ, അതായത് ഹെർണിയയുടെ കഴുത്ത് ഞെരുങ്ങി പുറത്തേക്ക് വന്ന കുടലിൻ്റെ ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ടാവാനുള്ള സാധ്യത ഡയറക്റ്റിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ്. അത് വളരെ സീരിയസ് ആയ ഒരു എമർജൻസി അവസ്ഥയാണ്. പക്ഷേ ഏത് ടൈപ്പ് ഹെർണിയ ആയാലും ബേസിക് പ്രശ്നം ഒന്ന് തന്നെ: വയറിനകത്തെ പ്രഷറും ഭിത്തിയുടെ ബലവും തമ്മിലുള്ള ഒരു മിസ്മാച്ച്. ഈ വയറിനകത്തെ പ്രഷർ, ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ, ഇത് നമ്മൾ പലതവണ പറഞ്ഞു. ഇതായിരിക്കും വ്യായാമത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ് അല്ലേ? അതെ, തീർച്ചയായും. നമ്മളിനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്: വ്യായാമം. ഡോക്ടർ അഖിലിന് ഇതിൽ പ്രത്യേക താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. വ്യായാമം പൊതുവേ നല്ലതാണെങ്കിലും ഇങ്വിനൽ ഹെർണിയ ഉള്ള ഒരാൾക്ക് അത് വളരെ കെയർഫുള്ളായിട്ട് സമീപിക്കേണ്ട ഒന്നാണ്. കാരണം ഒരുപാട് വ്യായാമങ്ങൾ ഈ വയറിനകത്തെ പ്രഷർ ഭയങ്കരമായിട്ട് കൂട്ടും. അത് നിലവിലുള്ള ഹെർണിയയെ വലുതാക്കാനും വേദന കൂട്ടാനും ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അപ്പോ എന്ത് ചെയ്യും? വ്യായാമം മൊത്തത്തിൽ ഒഴിവാക്കണോ? പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നില്ല. പക്ഷെ തിരഞ്ഞെടുക്കുന്ന വ്യായാമങ്ങൾ വളരെ ജെന്റിലായിരിക്കണം, ലോ ഇമ്പാക്റ്റ് ആയിരിക്കണം. വയറിനകത്തെ പ്രഷർ അധികം കൂട്ടാത്തതരം വ്യായാമങ്ങളാണ് സേഫ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ്: ഏതെങ്കിലും വ്യായാമം ചെയ്യുമ്പോൾ വേദനയോ ഒരു വലിച്ചിലോ അല്ലെങ്കിൽ ഹെർണിയുടെ ഭാഗത്തൊരു ഡിസ്കംഫർട്ട്, മുഴ വലുതാവുന്നത് പോലെ തോന്നിയാൽ ഉടനെ നിർത്തണം. പിന്നെ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ ഉപദേശം തേടാതെ ഒരു പുതിയ എക്സസൈസ് റുട്ടീൻ തുടങ്ങരുത്. അത് നിർബന്ധമാണ്. ശരി. അപ്പോ ഏതൊക്കെ വ്യായാമങ്ങളാണ് ഒരു സാധ്യത എന്ന നിലയിൽ സേഫായിട്ട് പറയാൻ പറ്റുന്നത്? അവ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അനാട്ടമിയുമായി ബന്ധപ്പെടുന്നത്? നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമതായി നടത്തം, വാക്കിംഗ്.
ഇത് വളരെ സിമ്പിളാണ്, എഫക്റ്റീവാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, ജനറൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. പക്ഷെ വയറിനകത്ത് വലിയ പ്രഷർ ഉണ്ടാക്കുന്നില്ല. ഓക്കേ. രണ്ടാമതായി പെൽവിക് ടിൽസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡീപ്പ് കോർ പേശികളെ, പ്രത്യേകിച്ച് ആ ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനസിനെ വളരെ ജെന്റിലായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. മലർന്ന് കിടക്കുക, കാൽമുട്ട് മടക്കി പാദം തറയിൽ വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറിലെ പേശികൾ ചെറുതായി ഉള്ളിലേക്ക് വലിച്ച് നടുവ് തറയിലേക്ക് അമർത്തുക. വേണമെങ്കിൽ ഇടുപ്പ് ചെറുതായിട്ട് ഒരൽപ്പം തറയിൽ നിന്ന് ഉയർത്താം. ഇത് ചെയ്യുമ്പോൾ വയറ് പുറത്തേക്ക് തള്ളരുത്. ഇത് കോർ ഭാഗത്തിനൊരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ നല്ലതാണ്. അതും വയറിന് വലിയ സ്ട്രെയിൻ കൊടുക്കാതെ ആ ഏരിയയുടെ മൊത്തത്തിലുള്ള സപ്പോർട്ട് ഇംപ്രൂവ് ചെയ്യാൻ ഒരുപക്ഷേ സഹായിച്ചേക്കാം. കൂടുതൽ പ്രഷർ കൊടുക്കാതെ പേശികളെ ആക്ടിവേറ്റ് ചെയ്യുക, അതാണ് ലക്ഷ്യം. മൂന്നാമത്തേത് ഡീപ്പ് കോർ ആക്ടിവേഷൻ, അതായത് ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനസ് ഐസൊലേഷൻ. ഇതും ആ കോർസെറ്റ് മസിലിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. മലർന്നു കിടന്നോ ഇരുന്നോ ചെയ്യാം. സാധാരണ പോലെ ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയർ ഭയങ്കരമായി ഉള്ളിലേക്ക് പിടിക്കാതെ പൊക്കിൾ പതുക്കെ നട്ടെല്ലിന്റെ നേർക്ക് ഉള്ളിലേക്ക് വലിക്കുക. നിങ്ങളുടെ 2 ഇടുപ്പല്ലുകളില്ലേ, അതിനിടയിലുള്ള ഭാഗം ചെറുതായി ഒന്ന് ടൈറ്റാവുന്നത് ഫീൽ ചെയ്യണം. ഒരു 5-10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ശ്വാസം സാധാരണ പോലെ എടുക്കണം. എന്നിട്ട് റിലാക്സ് ചെയ്യുക. ഇത് വളരെ സട്ടലായിട്ടുള്ളൊരു വ്യായാമമാണ്. പക്ഷേ കോർ സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയ മസിലിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇതും പ്രഷർ അധികം കൂട്ടുന്നില്ല. ഓക്കേ, അപ്പോ നമ്മൾ സാധാരണ ചെയ്യുന്ന വയറിലെ വ്യായാമങ്ങൾ, സിറ്റപ്സ്, ക്രഞ്ചസ് ഒക്കെ, അതൊക്കെ ഒഴിവാക്കണമെന്നാണോ? തീർച്ചയായും, അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. സിറ്റപ്സ്, ക്രഞ്ചസ്, ഹെവി ലെഗ് റേസസ്, ഇതൊക്കെ വയറിനകത്തെ പ്രഷർ ഭയങ്കരമായിട്ട് കൂട്ടുന്ന വ്യായാമങ്ങളാണ്. ഇവ ഇംഗ്വിനൽ ഹെർണിയ ഉള്ളവർ സ്ട്രിക്റ്റായിട്ട് ഒഴിവാക്കണം. അതുപോലെ ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ്, ഭാരമുയർത്തുന്നത്, ശ്വാസം പിടിച്ച് സ്ട്രെയിൻ ചെയ്യുന്ന ടൈപ്പ് വ്യായാമങ്ങൾ, വാൽസാൽവ മാനോവർ ഉണ്ടാക്കുന്നവ, അതും ഒഴിവാക്കണം. കാരണം ഇതൊക്കെ ആ വീക്കായ ഫാസിയയിലൂടെ ഹെർണിയയെ പുറത്തേക്ക് തള്ളാനുള്ള സാധ്യത കൂട്ടും. ശരി, അപ്പൊ ഒഴിവാക്കേണ്ടവ ക്ലിയറായി. ഇനി ചെയ്യാൻ സാധ്യതയുള്ളതിലേക്ക് വന്നാൽ വേറെ എന്തെങ്കിലും? പിന്നെ പരിഗണിക്കാവുന്നത് നാലാമതായി ജെന്റിൽ സ്വിമ്മിംഗ്, അല്ലെങ്കിൽ വെള്ളത്തിലുള്ള നടത്തം, വാട്ടർ വാക്കിംഗ്. വെള്ളത്തിന്റെ ആ ഒരു പൊങ്ങിക്കിടക്കാനുള്ള കഴിവ്, ബോയൻസി, അത് ശരീരഭാരത്തെ താങ്ങും. അപ്പോൾ ജോയിൻസിനും വയറിലെ ഭിത്തിക്കും സ്ട്രെയിൻ കുറവായിരിക്കും. ഫ്രീ സ്റ്റൈൽ പോലുള്ള സ്ട്രോക്കുകൾ പൊതുവെ ഓക്കെയാണ്. അഞ്ചാമതായി സ്റ്റേഷനറി സൈക്ലിംഗ്. ഓടുന്നതിനേക്കാളും ഇമ്പാക്റ്റ് കുറവാണ്, പക്ഷേ റെസിസ്റ്റൻസ് വളരെ കുറച്ച് വയ്ക്കണം. ഹാൻഡിൽ ബാറിൽ ഒരുപാട് ഊന്നി വയറിന് സ്ട്രെയിൻ കൊടുക്കരുത്. നിവർന്നിരുന്ന് ചെയ്യണം. ആറാമതായി ചിലപ്പോൾ സപ്പോർട്ടഡ് എക്സസൈസസ്, അതായത് ചില ജിം മെഷീനുകൾ, ഇരുന്നുകൊണ്ട് ചെയ്യുന്നതും ബാക്കിന് സപ്പോർട്ടുള്ളതുമൊക്കെ ഫ്രീ വെയ്റ്റ്സിനേക്കാൾ സേഫ് ആവാം. പക്ഷെ ഭാരം വളരെ മിനിമലായിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭാരം കുറച്ച് ലാറ്റ് പുൾ ഡൗൺ അല്ലെങ്കിൽ സീറ്റഡ് റോ മെഷീൻ, അതൊക്കെ ഒരു എക്സ്പേർട്ടിന്റെ മേൽനോട്ടത്തിൽ ചിലപ്പോൾ പരിഗണിക്കാം. ഈ വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്വാസമെടുക്കുന്ന രീതിക്ക് ബ്രീത്തിംഗ് ടെക്നിക്കിന് പ്രാധാന്യമുണ്ടോ? വളരെ പ്രാധാന്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വ്യായാമം ചെയ്യുമ്പോൾ ശ്വാസം പിടിച്ചുവയ്ക്കരുത്. ഓരോ റെപ്പറ്റീഷനിലും ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിടണം. സാധാരണയായിട്ട് ആയാസം കുറഞ്ഞ ഭാഗത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കുറച്ച് എഫേർട്ട് വരുന്ന ഭാഗത്ത്, ഇപ്പോൾ പെൽവിക് ടിൽറ്റിൽ ഇടുപ്പുയർത്തുമ്പോൾ, ആ സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. അതാണ് നല്ലത്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറിനകത്ത് പ്രഷർ കുറച്ചൊന്ന് കുറയും. ശരി, വളരെ വിശദമായി പറഞ്ഞു. അപ്പോ നമ്മളിന്ന് ഹെർണിയയുടെ അനാറ്റമി, കാരണങ്ങൾ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് വ്യത്യാസങ്ങൾ, പിന്നെ വ്യായാമത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ സാധ്യതയുള്ളവ, ഒഴിവാക്കേണ്ടവ, ഇതൊക്കെ സംസാരിച്ചു. അപ്പോ ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ ഒരു സമ്മറി പോലെ പറഞ്ഞാൽ, ഹെർണിയ എന്ന് പറയുന്നത് വയറിലെ ഭിത്തിയുടെ ഒരു സ്ട്രക്ചറൽ വീക്ക്നെസ് ആണ്. ഇതിൽ പേശികളും പ്രത്യേകിച്ച് ട്രാൻസ്വേഴ്സാലിസ് ഫാസിയയും പ്രധാനമാണ്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഹെർണിയകൾക്ക് കാരണം വ്യത്യാസമുണ്ട്. വ്യായാമം ചെയ്യുമ്പോൾ വയറിനകത്തെ പ്രഷർ കൂട്ടുന്ന കാര്യങ്ങൾ അതൊഴിവാക്കണം. നടത്തം, പെൽവിക് ടിൽറ്റ്, ഡീപ്പ് കോർ ആക്ടിവേഷൻ, നീന്തൽ പോലെയുള്ള ജെന്റിൽ വ്യായാമങ്ങൾ ഒരു എക്സ്പേർട്ട് അഡ്വൈസോടെ പരിഗണിക്കാം. പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പം തന്നെ നിർത്തണം. അതെ, കൃത്യമായി പറഞ്ഞു. ഇനി നിങ്ങൾക്കായിട്ടൊരു ചിന്ത പങ്കുവയ്ക്കട്ടെ. നമ്മളിപ്പോൾ കുറേ വ്യായാമങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നാൽ ഈ അനാട്ടമിയെക്കുറിച്ചുള്ള അറിവ് വ്യായാമം ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഡെയിലി ലൈഫിലെ
സാധാരണ മൂവ്മെൻറ്റ്സിൽ പോലും ഒരു വ്യത്യാസം വരുത്തില്ലേ? ഉദാഹരണത്തിന്, താഴെ നിന്നൊരു സാധനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ പോസ്ചർ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഈ അറിവൊരു പുതിയ ഇൻസൈറ്റ് തരുമോ? നമ്മൾ അറിയാതെ വയറിനകത്തെ പ്രഷർ കൂട്ടുന്ന ചില രീതികൾ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുമോ? അതായത് ഫോർമൽ എക്സസൈസ് എന്നതിനപ്പുറം ഈ അറിവ് നിങ്ങളുടെ ഒരു മൂവ്മെൻറ്റ് ഹാബിറ്റ്സിനെ എങ്ങനെ മാറ്റാൻ സഹായിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അത് വളരെ ശരിയാണ്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ശരീരത്തെക്കുറിച്ച് അറിയുന്നത്. വ്യായാമത്തിൽ മാത്രമല്ല, നമ്മൾ ഓരോ നിമിഷവും എങ്ങനെയാണ് ചലിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഒരു അവബോധം തരും. എന്തായാലും ഈ വിഷയത്തിൽ ഇത്രയും ആഴത്തിൽ ഞങ്ങളോടൊപ്പം കൂടിയതിന് നിങ്ങൾക്ക് നന്ദി. നന്ദി. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി വീണ്ടും